സ്പ്രേ പെയിന്റ് ചെയ്യാൻ ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഏഷ്യൻ പെയിന്റ്സും ബെർജറും ആ തരം മെഷീനുകൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ആമസോണിൽ നിന്നും ഏകദേശം 2200 രൂപ വില വരുന്ന ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു പെയിൻറ്റ് സ്പ്രെയർ മെഷീൻ ഞാൻ വാങ്ങി. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ വീടിൻ്റെ ചുറ്റുമതിലുകൾ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിനായിട്ടൊരു വാട്ടർ പ്രഷർ മെഷീൻ വാടകയ്ക്ക് എടുത്ത് ഒരു ബായിയും കൂട്ടി നല്ലപോലെ ക്ലീൻ ചെയ്തു. സാധാരണ പെയിൻറ്റിങ്ങിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആവശ്യത്തിന് പെയിൻ്റ് എടുത്ത് നല്ലപോലെ വെള്ളം ചേർത്ത് ഇളക്കുക. വെള്ളം കൂടിയും കുറഞ്ഞൊക്കെ പോകാതിരിക്കാനായിട്ട് കമ്പനി ഒരു പ്രത്യേക ടെസ്റ്റിംഗ് രീതി പറയുന്നുണ്ട്. അതനുസരിച്ച് ചെയ്താൽ വളരെ നല്ലതാണ്. ഞാനതൊരു ഏകദേശ കണക്കനുസരിച്ചാണ് ചെയ്തത്. നന്നായി ഇളക്കിയ പെയിൻറ്റ് നമ്മൾ 1 ലിറ്റർ വലിപ്പം വരുന്ന ക്യാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ പെയിൻറ്റ് സ്പ്രേ ചെയ്യുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ചുറ്റിലേക്കൊക്കെ തെറിക്കാതിരിക്കാനായിട്ട് പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ച് നല്ലപോലെ മാസ്ക് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. ഈ പണികളൊക്കെ ചെയ്യാൻ, പെയിൻറ്റ് വെള്ളം ചേർത്ത് ഇളക്കാൻ, ക്യാനിലേക്ക് ഒഴിക്കാൻ ഒക്കെ നമ്മുടെ കൂടെ ഒരു ഹെൽപ്പർ ഉണ്ടെങ്കിൽ വളരെ നിസ്സാര സമയം കൊണ്ട് ഈ പെയിൻറ്റിങ് പണി പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റും. അതുപോലെ വെള്ളം ചേർത്ത് ഇളക്കുന്നത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് സ്പ്രേ ചെയ്ത ഉടനെ ചെറുതായിട്ട് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒലിച്ചിറങ്ങിയാൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്പോൾ തന്നെ അതങ്ങ് തൂത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ ഒലിച്ചിറങ്ങുന്ന അടയാളം അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ പണി പൂർത്തീകരിച്ചപ്പോൾ എല്ലാവരിൽ നിന്നും നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. എങ്കിലും വീടിൻ്റെ ഉൾഭാഗമൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല പെർഫെക്ഷൻ ആഗ്രഹിക്കുമല്ലോ. അത്തരം കേസുകളിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. പക്ഷേ ഭയങ്കര പണിക്കൂലി, ഭാരിച്ച പണിക്കൂലിയൊക്കെ താങ്ങാൻ കഴിയാത്ത സാധാരണക്കാർക്ക് വീടൊന്ന് വെളുപ്പിച്ചെടുക്കാൻ എന്തുകൊണ്ടും ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.